Welcome to Class 12 Physics 35th lecture. Class 12 plus 2 students, Physics, lecture number 35, critical angle and total interior reflection, TIR, for CBSE, ISE and HSC students. Class 12 Physics, Optics, Ray Optics, critical angle and total interior reflection. And before going through the critical angle and TIR, let us discuss what is called a normal refraction. Normal refraction of light. When an object is situated in a denser medium, is viewed by an observer, the image appears to be nearer to the surface of separation. And this is due to the refraction of light. In the case of normal refraction, that is, when the object is viewed directly from above, a relation exists between the real depth of the object and the apparent depth. It can be shown that refractive index of the medium n is equal to real depth by apparent depth. അപ്പോൾ നമ്മുടെ റിഫ്രാക്ഷനിലെ നോർമൽ റിഫ്രാക്ഷൻ എന്നുള്ള ഒരു ഭാഗമാണ് പറയുന്നത്. ഈ നോർമൽ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് നേരിട്ട് 0 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഒരു മീഡിയത്തിൽ പതിക്കുകയാണ്. അങ്ങനെ പതിച്ചാൽ ആ ഓബ്ജക്റ്റിൻ്റെ അടിഭാഗം മേൽപോട്ട് പൊങ്ങിയിരിക്കുന്നത് കാണാം. അല്ലെങ്കിൽ നമ്മളൊരു ബക്കറ്റിൽ വെള്ളത്തിൽ ഒരു നാണയം കിടക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന് മുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നാണയം മുകളിലോട്ട് പൊങ്ങിയിരിക്കുന്നതായി കാണാം. ഒരു ബക്കറ്റിനകത്ത് വെള്ളമുണ്ട്, അതിനകത്ത് നമ്മൾ നാണയം ഇട്ടിരിക്കുകയാണ്. ആ നാണയം നമ്മൾ മുകളിൽ നിന്ന് വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് കിഴിപ്പിട്ട് നോക്കിയാൽ ആ നാണയം അല്ലെങ്കിൽ ബക്കറ്റിൻ്റെ അടിഭാഗം മേൽപോട്ട് ഉയർന്നിരിക്കുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ റിഫ്രാക്ഷൻ എന്നുള്ള മറുപടി. അതാണ് പറയുന്നത്. when an object is situated in a denser medium, object situated in a denser medium is viewed by an observer in air, the image appears to be near to the surface of separation. അപ്പോൾ ഇങ്ങനെ ഈ മേപ്പോട്ട് ഉയർന്നു വരും ആ ഇമേജ്. അപ്പോൾ ഈ ലിക്വിഡ് സർഫസിൽ നിന്ന്, മീഡിയത്തിൻ്റെ സർഫസിൽ നിന്ന് അതിൻ്റെ ഏറ്റവും താഴത്തെ അറ്റത്തേക്കും അതുപോലെ ഇമേജിലേക്കും ഉള്ള ദൂരം അളന്നാൽ നമ്മൾ കാണുന്ന ഇമേജിലേക്കുള്ള ദൂരം അപ്പാരൻറ്റ് ഡെപ്ത്. മീഡിയത്തിൻ്റെ ആകെ ഡെപ്തിനെ നമ്മൾ റിയൽ ഡെപ്ത് എന്ന് പറയും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് റിയൽ ഡെപ്ത് ബൈ അപ്പാരൻറ്റ് ഡെപ്ത് അല്ലെങ്കിൽ ആക്ച്വൽ ഡെപ്ത് ബൈ അപ്പാരൻറ്റ് ഡെപ്ത് എന്നൊരു ഫോർമുലയുണ്ട് നോർമൽ റിഫ്രാക്ഷനിൽ. നമുക്ക് അങ്ങനെ തെളിയിക്കാൻ പറ്റും. In the case of normal refraction, that is, when the object is viewed directly from above, a relation exists between the real depth of the object and the apparent depth. It can be shown that the refractive index of the medium, that is n, is equal to real depth by apparent depth. അപ്പോൾ ഈ മീഡിയത്തിൽ താഴെ ഇരിക്കുന്ന ആ ഒബ്ജക്റ്റ് പൊങ്ങിക്കാണും. അപ്പോൾ മീഡിയത്തിൻ്റെ ഇപ്പോൾ ഒരു ഗ്ലാസ് ലാബിൻ്റെ അടിയിൽ നമ്മളൊരു പിന്ന് വെച്ചിട്ട് മുകളിൽ നോക്കിയാൽ ആ പിന്ന് മേപ്പോട്ട് പൊങ്ങിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ എത്രമാത്രം മേപ്പോട്ട് അത് ഇമേജ് ഷിഫ്റ്റ് ചെയ്തു, അത് യഥാർത്ഥ സ്ഥലത്ത് നിന്ന് നമ്മൾ കാണുന്ന സ്ഥലത്തേക്ക് എത്രമാത്രം ഷിഫ്റ്റ് ചെയ്തു, അത് കാണാനൊരു ഫോർമുലയുണ്ട്. ഇങ്ങനെയാണ് ഫോർമുല പറയുന്നത്. ഇഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എയർ ഈസ് വ്യൂഡ് ത്രൂ എ ട്രാൻസ്പെറൻറ്റ് മീഡിയം ഓഫ് തിക്നെസ് T, say glass, of refractive index n, the shift in the position of the image is given by the relation S is equal to T into 1 minus 1 by n. അപ്പോൾ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിചാരിക്കുക. ആ ഗ്ലാസ് സ്ലാബിൻ്റെ തിക്നെസ് T, അപ്പം അതിൻ്റെ താഴെ ഒരു പിന്നുവെല്ലം വെച്ചാൽ എത്രമാത്രം അതിന് ഇമേജ് ഉയർന്ന് കാണപ്പെടും. ആ ഉയർന്ന് കാണപ്പെടുന്ന ആ ദൂരം അതിന് ഷിഫ്റ്റ് ഓഫ് ഇമേജ് എന്ന് പറയും. ആ ഷിഫ്റ്റ് ഓഫ് ഇമേജ് കാണുന്ന ഫോർമുലയാണ് S is T into 1 minus 1 by L. When an object in a medium is viewed vertically from air, it can be seen that the image is shifted to a distance, and that shift of the image S is given by T into 1 minus 1 by N, where T is thickness of medium and N is the refractive index of the medium.
That relation you study. Now we can see what is called critical angle and total linear reflection. Critical angle and total linear reflection, an important topic. There are applications and a problem based on this. When light travels from a denser medium into air, the angle of refraction is greater than the angle of incidence. As the angle of incidence increases, the angle of refraction also increases. For a particular value of angle of incidence, the refracted ray grazes the surface of separation. That angle of incidence is called critical angle of the medium. You understand what is critical angle? When light travels from a denser medium into air, the angle of refraction is greater than the angle of incidence. As the angle of incidence increases, the angle of refraction also increases. For a particular value of the angle of incidence, the refracted ray grazes the surface of separation. That angle of incidence is called the critical angle of the medium. This can be illustrated by the following diagram. You see this diagram. In this diagram, the critical angle is illustrated. The rarer medium is air. We can say air. Denser medium is water. An object is situated in denser medium. A ray of light coming normal to the surface goes undeviated. That is called normal refraction. Another ray falling at an angle of incidence I is refracted at an angle of refraction R. In this case, R is greater since R is in the rarer medium. And when angle of incidence is C, the ray just grazes surface. The meaning is angle of refraction is 90 degree. Then that angle of incidence in the denser medium is critical angle. And above that, for an angle of incidence greater than C, the ray returns into the medium itself, into the denser medium itself, and that is called total linear reflection. So what is critical angle? Critical angle of a denser medium with respect to a rarer medium is that angle of incidence in the denser medium for which the angle of refraction in the rarer medium is 90 degree. Critical angle of a denser medium with respect to a rarer medium is that angle of incidence in the denser medium for which the angle of refraction in the rarer medium is 90 degree. നിങ്ങൾ പടം നോക്കുക, ചിത്രം നോക്കുക. ആ റെയർ മീഡിയം നമുക്ക് എയർ ആയിട്ട് വിചാരിക്കാം. ഡെൻസർ മീഡിയത്തെ വാട്ടർ എന്നോ വല്ലതും വിചാരിക്കാം. വാട്ടറിനകത്ത് ഒരു ഒബ്ജക്റ്റ്, ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ഓ ഇരിക്കുകയാണ്. ഒരു റേ ഓഫ് ലൈറ്റ് സർഫസിന് നോർമലായിട്ട് വന്നാൽ നോർമലായിട്ട് തന്നെ പോകും. അതിനെ നോർമൽ റിഫ്രാക്ഷൻ എന്ന് പറയും. മറ്റൊരു റേ ചരിഞ്ഞ് ഐ ആംഗിൾ പതിച്ചാൽ കൂടിയ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആറിൽ പുറത്തേക്ക് പോകും. അങ്ങനെ നമ്മൾ ഈ വലത്തോട്ട് പോവുകയാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡെൻസർ മീഡിയത്തിൽ കൂടുന്നത് കാണാം. അതിനൊപ്പിച്ച റിഫ്രാക്ഷൻ ആംഗിൾ കൂടും. റിഫ്രാക്ഷൻ ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ റേ ജസ്റ്റ് ഗ്രേസ് ചെയ്ത് പോകും, സർഫസിനെ ചേർന്ന് പോകും. അന്നേരം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അത് കഴിഞ്ഞാൽ ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനും ഈ റേ ഡെൻസർ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. അത്തരം ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയും. അപ്പോൾ ഒരു റിലേഷൻ ഉണ്ട്. ഈ ക്രിട്ടിക്കൽ ആംഗിളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തമ്മിൽ റിലേഷൻ ഉണ്ട്. എങ്ങനെ നോക്കുക? The angle of incidence in the denser medium for which the angle of refraction in air is 90 degrees called critical angle of the medium. Therefore, refractive index, we know sin A by sin R, sin of the angle in air by sin of the angle in the medium. That is, n is sin 90 by sin C. Sin 90 is 1, so 1 by sin C. N is 1 by sin C is a relation between refractive index and critical angle. N is 1 by sin C. It's an important equation. So we have studied 3 relations for refractive index. The first relation is n is equal to sin A by sin R, where I is the angle of incidence in air. The second relation is n is equal to C by V,
where c is the velocity of light in vacuum and v is the velocity of light in medium. And now the third relation is n is 1 by sin c. n is refractive index and c is the critical angle. ഇപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷനാണ് എഴുതിയിരിക്കുന്നത്. അതായത് n is 1 by sin c, റെസിപ്രോക്കൽ റിലേഷനാണ്. അപ്പോൾ ഇതുകൂടി പഠിക്കുമ്പോൾ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് 3 റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ഒന്ന് സെൻസിലോ n is equal to sin a by sin r. അത് പറയുമ്പോൾ I എന്നുള്ളത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ എയർ ആയിരിക്കണം, അല്ലെങ്കിൽ വാക്വം ആയിരിക്കണം. ആർ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻ ദ മീഡിയം ആയിരിക്കണം, ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണുമ്പോൾ. അടുത്തത് n കാണുന്നത് 1 by sin c ആണ്. സി എ വിളിക്കുന്ന പേര് ക്രിട്ടിക്കൽ ആംഗിൾ. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ റിലേഷൻ പഠിച്ചിരുന്നു, n is c by v, velocity of light in vacuum by velocity of light in medium. അങ്ങനെ 3 റിലേഷനാണ് പഠിച്ചത്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ അപ്പുറത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നാൽ റേ ഡെൻസിറ്റി മീഡിയത്തിലേക്ക് പോകും. നമ്മൾ ആ കണ്ട പടത്തിനകത്ത് ഈ സിയേക്കാൾ വലിയ ആംഗിൾ തീറ്റ, ആ തീറ്റയിൽ റേ ഇൻസിഡൻസ് ആകുകയാണെങ്കിൽ ഈ റേ ആ ഡെൻസിറ്റി മീഡിയത്തിലേക്ക് തിരികെ പോകും. അങ്ങനെ പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് മലയാളത്തിൽ പറയും. When light travels from a denser medium into a rarer medium, and if the angle of incidence is greater than the critical angle of the denser medium with respect to the rarer medium, the entire light is reflected back into the medium, obeying the law of reflection. This phenomenon is called total interreflection. The meaning is, when the angle of incidence in the denser medium is greater than critical angle, no refraction is possible. The ray will just return into the denser medium itself, and that phenomenon is called the total internal reflection. In short, we call it as TIR. ഇവിടെ നോക്കുക, നമ്മൾ ആ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. സി ആണ് ക്രിട്ടിക്കൽ ആംഗിൾ ഈ പടത്തിൽ. അന്നേരം റിഫ്രാക്ഷൻ ആംഗിൾ 90 ആണ്. സിക്ക് മുകളിൽ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിട്ട് ഡെൻസർ മീഡിയത്തിൽ തീറ്റ വിചാരിച്ചാൽ റേ റിട്ടേൺ ചെയ്യുന്നത് ഡെൻസർ മീഡിയത്തിലേക്കാണ്. അതിനെ വിളിക്കുന്ന പേരാണ് TIR, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ കണ്ടീഷനുണ്ട്. There are 2 conditions for total internal reflection. This is a repeated question. What are the 2 conditions for TIR? The conditions for total internal reflection. Number 1, the ray must travel, the light must travel from a denser medium into a rarer medium. Number 2, the angle of incidence must be greater than the critical angle. The 2 conditions for TIR are, number 1, the light must travel from denser medium into a rarer medium. Number 2, the angle of incidence in the denser medium must be greater than the critical angle. അപ്പോൾ ഈ 2 കണ്ടീഷനും പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചില ക്വസ്റ്റ്യൻസാണ്, ചോദിക്കാറുള്ള ചില ക്വസ്റ്റ്യൻസാണ്. ഇപ്പോൾ നമ്മളൊരു വൈഡ് റീഡിങ്, കൂടുതൽ റീഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ക്വസ്റ്റ്യൻ്റെ ഉത്തരം പറയാൻ പറ്റുള്ളൂ. ആക്ച്വൽ സിലബസിൽ നിന്ന് അല്പം മാറി ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത്തരം ചോദ്യങ്ങളാണ് ഇനി 3 ഡിസ്കസ് ചെയ്യുന്നത്. വിച്ച് ഹാസ് എ ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ക്രൗൺ ഗ്ലാസ് ഓർ ഡെൻസ് പ്ലിന്റ് ഗ്ലാസ്? ക്രൗൺ ഗ്ലാസ്സിനാണ് പ്ലിന്റ് ഗ്ലാസ്സിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. ഇപ്പോൾ ഗ്ലാസ് പലതരത്തിലുണ്ട്, ക്രൗൺ ഗ്ലാസ്, പ്ലിന്റ് ഗ്ലാസ് അങ്ങനെ ഉണ്ട്. അതിൽ തന്നെ കട്ടി കൂടിയാണ്, ഡെൻസ് പ്ലിന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. ആൻസർ ഡെൻസ് പ്ലിന്റ് ഗ്ലാസ്. ഇപ്പോൾ ക്രൗൺ ഗ്ലാസിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ളത് പ്ലിന്റ് ഗ്ലാസ്സിനാണ്. വാട്ട് ഈസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട്? ഡയമണ്ട് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു വസ്തുവാണ്, ഇല്യൂമിനൻസ് ഉള്ള വസ്തുവാണ്. ഈ ലൈറ്റ്, ഈ ബ്രില്യൻറ്റ് സ്പാർക്ലിംഗ് ആണ് ഡയമണ്ട്. അത് കാരണം എന്താണ്? അത് ഉയർന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, അത് 2.42 ആണ്. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.42. A large value. For glass we know it is 1.5. For water we know 1.33. For air or vacuum we take it as 1. So you remember refractive index of diamond is 2.42. Which has greater critical angle, water or diamond? The answer is greater critical angle for water, since refractive index is smaller. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്രിട്ടിക്കൽ ആംഗിളും തമ്മിൽ റെസിപ്രോക്കൽ റിലേഷൻ ആണല്ലോ. സൈൻ n is 1 by sin c എന്നാണല്ലോ.
അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ പിന്നെ കൂടുതലാണെങ്കിൽ റിഫ്രാക്റ്റീവ്നെസ് കുറവായിരിക്കും. ഗ്ലാസ്സിന് ഡയമണ്ടിനേക്കാൾ റിഫ്രാക്റ്റീവ്നെസ് കുറവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡസ് ക്രിട്ടിക്കൽ ആംഗിൾ ഡിപ്പെൻഡ് അപ്പോൺ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്? ക്രിട്ടിക്കൽ ആംഗിൾ വേവ് ലെങ്തിനെ ആശ്രയിക്കുന്നു. അപ്പോൾ ആശ്രയിക്കും എന്നുള്ളതാണ് ഉത്തരം. യെസ് ആണ് ആൻസർ. വി ക്യാൻ സീ ദി ആൻസർ. യെസ്. mu is 1/sin c. C critical angle. But refractive index for violet ray is greater than refractive index for red ray. അത് നമുക്കറിയാവുന്ന mu v greater than mu r ആണ്. mu v is refractive index for violet ray. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് എൻ വി എന്നും മ്യൂ എന്ന് പറയാം. എൻ അല്ലെങ്കിൽ മ്യൂ സിമ്പിൾ മാറി മാറി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാറുണ്ട്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് റേ ഈസ് greater than റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെഡ് റേ. ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു the wavelength. Refractive index is inversely proportional to wavelength. So we can write lambda r. തിരിച്ചു പറയണം. Lambda r greater than lambda v. So CR critical angle. Critical angle of CR greater than CV. Critical angle of CR greater than CV. That is the answer. അതായത് മ്യൂ എന്ന് പറയുന്നത് സൈൻ സിക്ക് പിന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ. അപ്പം മ്യൂ കൂടിയാൽ സി കുറയണം, മ്യൂ ബി കൂടിയാൽ സി വി മ്യൂ ബി കൂടിയാൽ സി വി കുറയണം. അങ്ങനെ മ്യൂ ബി കൂടിയാൽ സി വി കുറയണം. മ്യൂ ആർ ഈസ് 1/sin CR ആണ്. അപ്പോൾ ഈ മ്യൂ ബിയും മ്യൂ ആറും റിലേഷൻ മ്യൂ വി greater than മ്യൂ ആർ ആണ്. ഇനി മ്യൂയും വേവ്ലെങ്തുമായിട്ട് ലാംഡായ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേവ്ലെങ്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ലാംഡ ആർ പ്രൊപ്പോർഷണൽ ടു ലാംഡ വി. ദിസ് ഫോളോസ് the critical angle. The critical angle of red ray is greater than critical angle for violet ray. ഇപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ റിലേഷൻ പറഞ്ഞിട്ടുണ്ട്, വേവ് റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നേരെ എതിരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റിലേഷൻ. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വേവ് ലെങ്തുമായിട്ട് ഇൻവേഴ്സ് റിലേഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ക്രിട്ടിക്കൽ ആംഗിളുമായിട്ട് ഇൻവേഴ്സ് റിലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ ഡയമണ്ട്? അപ്പം നമ്മൾ ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിച്ചു 2.42. അപ്പോൾ അത് ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിച്ചാൽ ഈ മ്യൂ ഈസ് 1/sin c വെച്ച് ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിച്ചാൽ ഡയമണ്ടിന് ക്രിട്ടിക്കൽ ആംഗിൾ കിട്ടുന്നത് 24.4 ഡിഗ്രി, 24.4 ഡിഗ്രി എന്ന് കിട്ടും. വൺ മോർ ക്വസ്റ്റ്യൻ, നെയിം ദ ഫിനോമിന റെസ്പോൺസിബിൾ ഫോർ മിറാഷ് ഫോർമേഷൻ. മിറാഷ് എന്ന് പറഞ്ഞാൽ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. നമ്മുടെ വേനൽക്കാലത്ത് ഇങ്ങനെ ഉച്ചയ്ക്കൊക്കെ നടന്നു പോകുമ്പോൾ, വെയിലത്ത് നടന്നു പോകുമ്പോൾ ദൂരെ വാട്ടറിൻ്റെയൊക്കെ പ്രസൻസ് കാണാം. മിറാഷാണ്. ആ മിറാഷിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അണ്ടർലൈങ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്? വാട്ട്സ് എ ലൈറ്റ് പൈപ്പ്? ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ നമ്മൾ പഠിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണ്. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? The principle is total internal reflection. And several thousand fibers are taped together to form a light pipe, or it is also called a bundle, coherent bundle. Light pipe or coherent bundle. In a bundle, there are number of optical fibers. And that is all with your 35th lecture on Class 12 Physics. Thank you very much.